ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ അലൈൻകി ടൈപ്പ് വരുന്ന ക്ലോസറ്റുകൾ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യണം, അലൈൻകി വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാൾ ഹാങ് ക്ലോസറ്റാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കമ്പനി തന്നിരിക്കുന്ന സിംബോൾ എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന അലൈൻകി സെറ്റാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന്, ഇതാണ് അതിൻ്റെ മൊത്തം സെറ്റ് വരുന്നത്. അതിൻ്റെ റാക്ക് ബോൾട്ട് കാര്യങ്ങളൊക്കെ തരുന്നത്, റാക്ക് ബോൾട്ട് എക്സ്ട്രാ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കൺസീൽഡ് ഫ്ലഷ് വരുന്ന ക്ലോസറ്റും ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൺസീൽഡ് വരുന്ന ഹാഫ് ഫ്രെയിം വരുന്നുണ്ട്. ആ ഹാഫ് ഫ്രെയിം വരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ റാഡ് ഓൾറെഡി അതിന് ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഫിക്സ് ചെയ്യുന്നത് നമുക്കത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കതെല്ലാം കൺസീൽഡ് ഇല്ലാത്ത രീതിയിലാണ് ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന അലൈൻകി സിസ്റ്റം വരുന്നത്. ഇതാണ് രണ്ടെണ്ണം വരുന്നത്, മെയിനായിട്ട് വരുന്നത്. അത് കണ്ടോ, അത് മുറുക്കാനുള്ള അലൈൻകിയാണ് വരുന്നത്. അതിൻ്റെ ഡിവൈസാണ് വരുന്നത്, ടൂൾസാണ് വരുന്നത്. ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആദ്യമേ തന്നെ ഊരി രണ്ടാക്കി മാറ്റുക. ഇനി അതിൻ്റെ അകത്തൊരു മെറ്റൽ പീസ് നിങ്ങൾ കാണിച്ചു തരാൻ സാധിക്കും. ആ മെറ്റൽ പീസ് നമ്മൾ കറക്റ്റായിട്ട് ഈ അലൈൻകി വരുന്നതിന് കറക്റ്റായിട്ട് ആ ലെവലിൽ കണ്ടോ, ഈ അലൈൻകി വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ക്ലോസറ്റിൻ്റെ ഇതിൻ്റെ അകത്താണ് ഈ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പോകുന്നത്. നമ്മൾ പതുക്കെ ഇതിങ്ങനെ ഊരി എടുത്തു കഴിയുമ്പോൾ രണ്ട് പീസായിട്ട് വരും. ഒന്ന് നമ്മൾ ബോൾട്ടിലേക്ക് ഇടണം, ഒന്ന് നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ സൈഡിലേക്കാണ് ഇടണം. അതിനുശേഷം ഇത് വരുന്ന അലൈൻകി ഉപയോഗിച്ചിട്ട് നമ്മളിത് ശരിക്കും ടൈറ്റ് ചെയ്യണം. ഇങ്ങനെ 3-4 പിരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ക്ലോസറ്റ് ഫുൾ ടൈറ്റായി കഴിഞ്ഞു. അതിന് മുന്നേ ആ ഉള്ളിൽ വരുന്ന ഒരു പീസാണ്, മെറ്റൽ പീസാണ് വരുന്നത്. ഇതിലാണ് നമ്മുടെ ക്ലോസറ്റ് ഫുൾ ടൈറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉറപ്പിക്കുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കണ്ടോ, ഈ പറയുന്ന ആ മുകളിൽ നിന്ന് വരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ അകത്തുനിന്ന് വന്നതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അലൈൻകി വന്നിട്ട് ആ പറയുന്ന ത്രെഡ് വന്നിട്ട് ഇതിൻ്റെ ആ പറയുന്ന കുഴിയിൽ, അതായത് ആ മെറ്റൽ പീസിൻ്റെ ത്രെഡിൽ വന്നിട്ട് ടൈറ്റായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സേഫ്റ്റി കാര്യങ്ങളായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് എങ്ങനെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ത്രെഡ് റാഡിലാണെങ്കിൽ ത്രെഡ് ലാഡ്, അതല്ല നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയലിലേക്ക് നമുക്ക് ഉള്ളിൽ ത്രെഡാണ് വന്നിരിക്കുന്നത്. ഉള്ളിൽ ത്രെഡ് വന്നിരിക്കുന്നത് കണ്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കറക്റ്റ് ലെങ്ത്ത് ആയിരിക്കണം ചെയ്യേണ്ടത്. കറക്റ്റ് ലെങ്ത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അലൈൻകിയിട്ട് ടൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ അകത്ത് ത്രെഡ് ഉണ്ടോ, ഈ അകത്ത് ത്രെഡ് വന്നിരിക്കുന്നതുകൊണ്ട് അകത്ത് ത്രെഡിലേക്ക് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് മുറിച്ചതിന് ശേഷം അകത്തേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കണ്ടോ, ഇതിങ്ങനെ അകത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ലെവലായി കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മുടെ ക്ലോസറ്റ് കാര്യങ്ങൾ വെച്ചതിന് മുന്നേ ഈ ബാക്കിൽ കാണുന്ന ആ പീസ് മാത്രം ഇടണം. ഏറ്റവും ബാക്കിലെ പീസ് മാത്രം ഇട്ടതിന് ശേഷം ഇത് അകത്താണ് വരുന്നത്. ക്ലോസറ്റിൻ്റെ അകത്ത് വന്നതിന് ശേഷം നമ്മളെ ക്ലോസറ്റിൻ്റെ സീറ്റ് കവർ മുറുക്കുന്ന ഹോൾ ഉണ്ടാവും. സീറ്റ് കവർ മുറുക്കുന്ന ഹോളിലൂടെയാണ് ഈ അലൈൻകി ഇട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ രണ്ട് സെക്ഷനിൽ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ആ സീറ്റ് കവർ ഇട്ട ആ ഏരിയയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലോസറ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ക്ലോസറ്റ് ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ക്ലോസറ്റ് ഉറപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് അലൈൻകി ഉപയോഗിച്ചിട്ട് നമ്മുടെ സീറ്റ് കവറിൻ്റെ ബോൾട്ട് കൊടുക്കുന്ന ആ ഹോളിലൂടെ വേണം ഈ പറയുന്ന അലൈൻകി. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നീളത്തിലുള്ള ടൂൾസ് തന്നിരിക്കുന്നത്. ഇത് പതുക്കെ അതുപോലെ തന്നെ കൂടുതൽ പിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓവറായിട്ട് തിരിക്കരുത്. മാക്സിമം പോയി കഴിഞ്ഞിട്ട് 4 തിരിച്ച് കഴിയുമ്പോഴേക്കും ഫുൾ ടൈറ്റായി കഴിയും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അലൈൻകി വെച്ചിട്ട് ടൈറ്റ് ചെയ്യേണ്ടതെന്ന്, ഏകദേശം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ടൈറ്റ് ആവുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.